ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടേബിൾസ് എന്ന് പറയുന്ന ഈ ഒരു കമാൻഡ് ഗ്രൂപ്പാണ് പഠിച്ചത്. അതിനോടൊപ്പം തന്നെ ഇല്ലസ്ട്രേഷൻസ് എന്ന് പറയുന്ന ഈ ഒരു കമാൻഡ് ഗ്രൂപ്പിനകത്തെ പിക്ചേഴ്സ്, ഷേപ്സ്, ഐക്കൺസ് എന്ന് പറയുന്ന ഈ 3 കമാൻഡ്സും നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3D മോഡൽസ് എന്ന് പറയുന്ന ഈ ഒരു കമാൻഡാണ്. 3D മോഡൽസ് എന്ന് പറയുന്ന ഈ ഒരു കമാൻഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ 2 ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. ദിസ് ഡിവൈസും സ്റ്റോക്ക് 3D മോഡൽസും. അതിൽ സ്റ്റോക്ക് 3D മോഡൽസ് നമുക്ക് ക്ലിക്ക് ചെയ്യാം. നമ്മുടെ ഡിവൈസിൽ 3D മോഡൽസ് ഉണ്ടെങ്കിൽ അതാണെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ഓൺലൈനായിട്ട് 3D മോഡൽസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു മോഡൽ സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ ഒരു മോഡൽ സെലക്ട് ചെയ്ത് ഇൻസേർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ആ ഒരു മോഡൽ ഇൻസേർട്ടായിട്ട് വരും. ഇപ്പോൾ ഇവിടെ ആ ഒരു മോഡൽ ഇൻസേർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 3D മോഡൽ ഇൻസേർട്ട് ആകുമ്പോൾ തന്നെ ഇവിടെ 3D മോഡൽ എന്ന് പറയുന്നൊരു ടാബും ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ടാബിനുള്ളിൽ ഉള്ള കുറച്ച് കമാൻഡ് ഗ്രൂപ്പ്സ് ഉണ്ട്. ആദ്യം വരുന്നത് അഡ്ജസ്റ്റ് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പാണ്. അഡ്ജസ്റ്റ് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പിൽ വരുന്ന 2 കമാൻഡ്സാണ് 3D മോഡൽസും റീസെറ്റ് 3D മോഡലും വരുന്നത്. ഓക്കെ, അപ്പോൾ 3D മോഡൽസ് എന്ന് പറയുന്ന ഈ ഒരു കമാൻഡിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ദിസ് ഡിവൈസ് അല്ലെങ്കിൽ സ്റ്റോക്ക് 3D മോഡൽസ് നമ്മുടെ ഡിവൈസിൽ ഉണ്ടെങ്കിൽ ആ മോഡൽ സെലക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ 3D മോഡൽസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഓൺലൈനായിട്ട് കുറച്ച് സ്റ്റോക്ക് കാണിക്കും, 3D മോഡൽസ് കാണിക്കും. അതിൽ നിന്ന് നമുക്ക് ഒരു ഒരു മോഡൽ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ കണ്ടോ, നമുക്ക് ആ ഒരു സെലക്ട് ചെയ്ത 3D മോഡൽസിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറെയും ഒരു മോഡൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മോഡലിനെ സൂം ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ഓക്കെ, അടുത്തതായിട്ട് വരുന്നത് റീസെറ്റ് 3D മോഡലാണ്. ഇപ്പോൾ റീസെറ്റ് 3D മോഡൽ എന്ന് പറയുന്ന ഈ ഒരു കമാൻഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് റീസെറ്റ് 3D മോഡൽ എന്നും റീസെറ്റ് 3D മോഡൽ ആൻഡ് സൈസ് എന്നുള്ള 2 ഓപ്ഷൻ ഉണ്ടാവും. നമുക്ക് ഇതിൻ്റെ സൈസും മോഡലും നമ്മൾ റീസെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കണ്ടോ, നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന സെയിം സൈസിലോട്ട് ഈ മോഡൽ ചേഞ്ച് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സെൻറ്ററിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഐക്കൺ നമുക്ക് മേളിലോട്ടും താഴോട്ടൊക്കെ ആക്കുമ്പോൾ അതിൽ ആ ഒരു മോഡൽ മൂവ് ചെയ്യുന്നത് കാണാൻ നമുക്ക് 3D ആയിട്ട് സൈഡ് വ്യൂ ഒക്കെ കൊടുക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് വരുന്നത് 3D മോഡൽ വ്യൂസ് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പാണ്. ഈ കമാൻഡ് ഗ്രൂപ്പിനുള്ളിൽ വരുന്ന കമാൻഡ്സ് എന്ന് പറയുന്നത് നമുക്ക് വ്യൂസ് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇതാണെങ്കിൽ ഫ്രണ്ട് വ്യൂ കൊടുക്കാം, ബാക്ക് വ്യൂ ഒക്കെ കൊടുക്കാം, സൈഡ് വ്യൂ ഒക്കെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മോറിൽ ഒരുപാട് വ്യൂസ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തതായിട്ട് വരുന്നത് ആക്സസിബിലിറ്റി ഒക്കെയാണ്. ആക്സസിബിലിറ്റി, അറേഞ്ച്, സൈസ്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതില്ലല്ലോ. നിങ്ങൾ അത് നോക്കി സെയിം കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് ടെക്സ്റ്റ് റാപ്പ് ചെയ്യാനും ആ റാപ്പ് ചെയ്ത ടെക്സ്റ്റിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു മോഡൽ കൊണ്ടെത്തിക്കാനും ഒക്കെ സാധിക്കും. അലൈൻ ചെയ്യാനും പൊസിഷൻ ചേഞ്ച് ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പോൾ അതിനായിട്ടാണ് ആക്സസിബിലിറ്റി എന്ന് പറയുന്ന ഈ ഒരു കമാൻഡ് ഗ്രൂപ്പ്, അറേഞ്ച് കമാൻഡ് ഗ്രൂപ്പ്, സൈസ് കമാൻഡ് ഗ്രൂപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നത്. നമുക്ക് ക്രോപ്പ് ചെയ്യാനും ഹൈറ്റും വിഡ്ത്തും സൈസൊക്കെ ചേഞ്ച് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും. ഓക്കെ, അടുത്തതായിട്ട് വരുന്നത് സ്മാർട്ട് ആർട്ട് എന്ന് പറയുന്ന കമാൻഡാണ്. എന്താണ് സ്മാർട്ട് ആർട്ട് എന്ന് പറയുന്നത്? നമുക്കിവിടെ കുറച്ച് ആർട്ട് കാണിച്ചിട്ടുണ്ട്. സ്മാർട്ട് ആർട്ട് കുറച്ച് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള ആർട്ട് ഗ്രാഫിക്സ് നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്യുകയാണ്, ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട്. അപ്പോൾ ഈ ഒരു മോഡലിലായിരിക്കും വരുന്നത്. കളർ ചേഞ്ച് ആണെങ്കിലും ഈ ഒരു മോഡലിലായിരിക്കും വരുന്നത്. ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് വരും. ഈ ഒരു ബോക്സിനുള്ളിൽ നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ 4 ബോക്സസിനുള്ളിൽ ടെക്സ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ആ ടെക്സ്റ്റ് നമുക്ക് എഡിറ്റ് ചെയ്ത് നമുക്ക് ഏതെങ്കിലും വേർഡ് ടൈപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വേർഡ് ടൈപ്പ് ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, നമ്മൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള വേർഡ് ഇങ്ങനെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് വേണ്ടത്, ഈ ബോക്സിന് പുറത്ത് കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് നോർമലി നമ്മുടെ ആ ഒരു പേജിൽ ഉള്ളതുപോലെ തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനുള്ളിൽ കൊണ്ടുവന്ന് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ബോക്സ് വീണ്ടും ക്രിയേറ്റ് ആയിട്ട് വന്നു. നമ്മൾ ബാക്ക് സ്പേസ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മുഴുവൻ എന്തായിട്ട് മാറി, റിമൂവ് ആയിട്ട് പോയിട്ടുണ്ട്. ഓക്കെ,
അതുപോലെ നമ്മൾ ഈ സ്മാർട്ട് ആർട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഇവിടെ 2 ടാബ് വരുന്നുണ്ട്. ഒന്ന് സ്മാർട്ട് ആർട്ട് ഡിസൈനും വേറെ ഒന്ന് ഫോർമാറ്റ് എന്ന് പറയുന്ന 2 ടാബ് വരുന്നുണ്ട്. ഇതും നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളിലൊക്കെ പഠിച്ചതുപോലെ തന്നെ സെയിം കാര്യങ്ങളാണ്. കളർ ചേഞ്ച് ചെയ്യാനും അതിൻ്റെ ഷേപ്പ് ആഡ് ചെയ്യാനും അത് ചേഞ്ച് ചെയ്യാനും ഒക്കെ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫോർമാറ്റിലും സെയിം കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പഠിച്ചതാണ് ഷേപ്പ് ഫില്ല് ചെയ്യാനും ഷേപ്പിൻ്റെ ഔട്ട്ലൈൻ കൊടുക്കാനും അതിൻ്റെ എഫക്റ്റ് കൊടുക്കാനും ഒക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഇത് തന്നെയാണ് ഈ ഒരു ഇതിലും സ്മാർട്ട് ആർട്ട് ഡിസൈനിലും വരുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ അടുത്തതായിട്ട് വരുന്നത് ചാർട്ട് എന്ന് പറയുന്ന കമാൻഡാണ്. ഈ ചാർട്ട് എന്ന് പറയുന്ന കമാൻഡ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഗ്രാഫിൻ്റെ ഒരു പിക്ചർ കാണാനായിട്ട് സാധിക്കും. ഈ പിക്ചർ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുമ്പോൾ ആ ഗ്രാഫ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന കാറ്റഗറി 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തേക്കുന്നത് നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാനും പറ്റും. അതായത് നമുക്ക് ഈ കാറ്റഗറി എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ ഒരു ടേബിൾ എന്നൊരു നെയിം കൊടുക്കാം. ടേബിൾ എന്ന് കൊടുക്കുമ്പോൾ കണ്ടോ ടേബിൾ 1. ഓക്കെ, ടേബിൾ 1 നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ടല്ലോ. കാറ്റഗറി എന്നുള്ള നെയിം മാറി ഇവിടെ ടേബിൾ എന്ന് വന്നിട്ടുണ്ട്, ആ ഒരു വേർഡ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ വരേണ്ട ചേഞ്ചസ് നമുക്ക് ഈ ടേബിളിലൂടെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ട് ഈ കാണുന്ന ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ടേബിൾ എന്താവും, ആ നമ്മൾ വരുത്തിയ ചേഞ്ചസ് നമുക്ക് ഈ ടേബിളിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് ഈ ഗ്രാഫിൽ കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഈ ഗ്രാഫ് വേണ്ട എന്ന് ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബാക്ക് സ്പേസ് കൊടുത്താൽ മതി, അത് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളൊരു ചാർട്ട് സെലക്ട് ചെയ്യുമ്പോഴും ഇപ്പോൾ നമ്മൾ ഈ ചാർട്ട് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുക്കുമ്പോഴും ഇവിടെ കണ്ടോ ചാർട്ട് ഡിസൈനും ഫോർമാറ്റ് എന്ന് പറയുന്ന 2 ടാബും കൂടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ചാർട്ട് ഡിസൈനിൽ വരുന്ന എന്താണ്, ആഡ് ചാർട്ട് എലമെൻറ്റ്. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള കണ്ടോ ആക്സസ്, അത് പ്രൈമറി, ഹൊറിസോണ്ടൽ, പ്രൈമറി, വെർട്ടിക്കൽ. ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചാർട്ടിൻ്റെ എലമെൻറ്റ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനാണ്. കണ്ടോ ചാർട്ട് ടൈറ്റിൽ എബോവ് ചാർട്ടാണോ ബിലോ ചാർട്ടാണോ, കണ്ടോ ചാർട്ട് ടൈറ്റിൽ എബോവ് ആണോ ബിലോ ആണോ, അങ്ങനെ നമുക്ക് ചാർട്ടിൻ്റെ ലേ ഔട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ആഡ് ചാർട്ട് എലമെൻറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതായി വരുന്നത് ക്വിക്ക് ലേ ഔട്ടാണ്. നമുക്ക് എന്താണ് പെട്ടെന്നുള്ള ഇതിൽ നമുക്ക് ഇവിടെ കുറച്ച് ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ ലേ ഔട്ട്സ് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് ക്വിക്ക് ലേ ഔട്ട് എന്ന് കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് വരുന്നത് ചാർട്ട് സ്റ്റൈൽസ് എന്ന് പറയുന്ന ഒരു കമാൻഡ് ഗ്രൂപ്പാണ്. അതിനുള്ളിൽ വരുന്നത് നമുക്ക് കളേഴ്സ് ചേഞ്ച് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇഷ്ടമുള്ള ഫോർമാറ്റിൽ സ്റ്റൈൽസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ആ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനാണ് നമ്മൾ ചാർട്ട് സ്റ്റൈൽസ് എന്ന് പറയുന്ന ഈ ഒരു കമാൻഡ് ഗ്രൂപ്പ് യൂസ് ചെയ്യുന്നത്. അടുത്തതായി വരുന്ന ഡേറ്റ, നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ഡേറ്റ നമുക്ക് ഒന്നുകൂടെ എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു ചാർട്ട് ക്ലിക്ക് ചെയ്യുക. ചാർട്ട് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടോ ചാർട്ട് ഡിസൈൻ വന്നു. അതിൽ സെലക്ട് ഡേറ്റ എന്ന് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ആ ഒരു ഡേറ്റ കാണാനായിട്ട് സാധിക്കും. അത് നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ തന്നെ നമുക്കിവിടെ എഡിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ വെച്ച് നമുക്ക് ഈ ഒരു ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ എഡിറ്റ് ഡേറ്റ ഇൻ എക്സൽ. അപ്പോൾ നമുക്ക് ഈ 2 രീതിയിലും ഈ ഒരു ഡേറ്റ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അടുത്തതായിട്ട് വരുന്നത് ചേഞ്ച് ചാർട്ട് ടൈപ്പ്. നമുക്ക് ഈ ചാർട്ടിൻ്റെ ടൈപ്പ് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ കൊടുത്തതിനേക്കാളും നമുക്ക് നല്ലൊരു രീതിയിൽ ചേഞ്ച് ചെയ്യാൻ ഉള്ളൊരു ഓപ്ഷനാണ്. ടൈപ്പ് നമുക്ക് ചേഞ്ച് ചാർട്ട് ടൈപ്പ് എന്ന് പറയുന്ന ഒരു കമാൻഡ് ഗ്രൂപ്പിനകത്തുള്ള ചേഞ്ച് ചാർട്ട് ടൈപ്പ് എന്നുള്ളൊരു കമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തതായി വരുന്നത് ഫോർമാറ്റ് ടാബാണ്. ഫോർമാറ്റ് ടാബിനുള്ളിൽ നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇതിലുള്ളതും. അതിൽ കുറച്ച് വ്യത്യാസം എന്ന് പറയുന്നത് ഫോർമാറ്റ് സെലക്ഷൻ, നമുക്കുള്ള ഈ ഒരു ഫോർമാറ്റ് നമുക്ക് സെലക്ട് ചെയ്യുന്ന ഫിൽ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. നോ ഫില്ലാണെങ്കിൽ നോ ഫില്ല് കൊടുക്കാം, സോളിഡ് ഫില്ലാണെങ്കിൽ സോളിഡ് ഫില്ല് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫില്ലൊക്കെ ചാർട്ട് ഏരിയയിൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഫോർമാറ്റ് സെലക്ഷൻ എന്ന് പറയുന്ന ഒരു കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ റീസെറ്റ് ടു മാച്ച് സ്റ്റൈൽ, നമുക്ക് മാച്ച് ചെയ്തിട്ടുള്ള സ്റ്റൈൽ നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഷേപ്സ് ഇൻസേർട്ട് ചെയ്യാനുള്ളൊരു കമാൻഡ് ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഷേപ്സ് ഇൻസേർട്ട് ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, പിന്നെ നമുക്ക് ഇതിനെ ഈ ഷേപ്പിനെ നമുക്ക് പിന്നെ എഡിറ്റ് ചെയ്യാം, ഡ്രോ ചെയ്യാം, കളേഴ്സ് ചേഞ്ച് ചെയ്യാം, അലൈൻ ചെയ്യാനൊക്കെ സാധിക്കും. ഓക്കെ,
അപ്പോൾ അടുത്ത് ഈ ചാർട്ടിൻ്റെ ഫോർമാറ്റിലോട്ട് വരുമ്പോൾ സെയിം നമ്മൾ കാണുന്നത് പോലെ തന്നെ നമുക്ക് ഷേപ്പിൻ്റെ സ്റ്റൈൽസ് സെലക്ട് ചെയ്യാനും അത് ഫില്ല് ചെയ്യാനും ഔട്ട്ലൈൻ കൊടുക്കാനും എഫക്ട്സ് കൊടുക്കാനും നമ്മൾ നേരത്തെ പഠിച്ച സെയിം കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു ഫോർമാറ്റിലും കൊടുത്തിട്ടുള്ളത്. ഓക്കെ. അടുത്തതായിട്ട് വരുന്നത് സ്ക്രീൻഷോട്ടാണ്. എന്താണ് സ്ക്രീൻഷോട്ട്? നമ്മൾ ഈ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്ന ഈ കമാൻഡ് ക്ലിക്ക് ചെയ്ത് സ്ക്രീൻ ക്ലിപ്പിംഗ് എന്നൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ടാവും. സ്ക്രീൻ ക്ലിപ്പിംഗ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏത് സ്ക്രീനാണോ വേണ്ടത് അതെടുത്തിട്ട് നമുക്ക് ഡ്രാഗ് ചെയ്ത് എത്ര പോർഷനാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുമ്പോൾ അത്രയും പോർഷൻസ് നമ്മുടെ ഈ വേർഡിൻ്റെ ഉള്ളിൽ നമുക്ക് സ്ക്രീൻഷോട്ട് ഒരു പിക്ചറായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്ന കമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഈ സ്ക്രീൻഷോട്ട് കമാൻഡ് ഗ്രൂപ്പിലും ഒരു ടാബ് ക്രിയേറ്റ് ആയി വരുന്നുണ്ട്, പിക്ചർ ഫോർമാറ്റ്. നമ്മൾ പിക്ചേഴ്സ് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പിലും സെയിം ഫോർമാറ്റ് പഠിച്ചതാണ്, പിക്ചർ ഫോർമാറ്റ്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ടാബ് എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും റിമൂവ് ബാക്ക്ഗ്രൗണ്ട്, കറക്ഷൻസ്, ഇതെല്ലാം നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. പിക്ചേഴ്സ് എന്ന് പറയുന്ന കമാൻഡ് എടുത്തപ്പോൾ നമുക്ക് ഈ സെയിം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇലുസ്ട്രേഷൻസ് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പ്സിനുള്ളിൽ വരുന്ന ഇത്രയും കമാൻഡ്സ്. ഓക്കെ, അടുത്തതായി വരുന്ന കമാൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് മീഡിയ കമാൻഡ് ഗ്രൂപ്പാണ്. ഈ മീഡിയ കമാൻഡ് ഗ്രൂപ്പിനുള്ളിൽ വരുന്ന ഒരു കമാൻഡാണ് ഓൺലൈൻ വീഡിയോസ് എന്ന് പറയുന്ന കമാൻഡ്. ഈ ഓൺലൈൻ വീഡിയോസ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഈ പേജിൽ നമുക്ക് യൂട്യൂബിലെയോ സ്ട്രീമിലെയോ നമുക്ക് ഇഷ്ടമുള്ള ഒരു ലിങ്ക് കോപ്പി ചെയ്ത് ഇതിൽ പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ, ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ വീഡിയോ നമ്മുടെ ഈ ഒരു പേജിൽ ക്രിയേറ്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ അതാണ് ഓൺലൈൻ വീഡിയോസ് എന്ന് പറയുന്ന കമാൻഡ്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിങ്ക്സ് കമാൻഡ് ഗ്രൂപ്പാണ്. ലിങ്ക്സ് കമാൻഡ് ഗ്രൂപ്പിൽ വരുന്ന 3 കമാൻഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൽ ആദ്യം വരുന്ന കമാൻഡ് എന്ന് പറയുന്നത് ലിങ്ക് എന്ന് പറയുന്ന കമാൻഡാണ്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ആദ്യം ഇവിടെ ഒരു വേർഡ് ടൈപ്പ് ചെയ്യാം. ഇന്ത്യ എന്നൊരു വേർഡ് ഞാനിവിടെ ടൈപ്പ് ചെയ്തു. ഓക്കെ, ഈ ഇന്ത്യ എന്നൊരു വേർഡ് ടൈപ്പ് ചെയ്തിട്ട് ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ആദ്യം സെലക്ട് ചെയ്തിട്ട് ഒന്നെങ്കിൽ നമുക്ക് ലിങ്ക് എന്ന് പറയുന്ന ഈ കമാൻഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. അല്ലെങ്കിൽ കൺട്രോൾ പ്രസ് ചെയ്ത് കെ എന്ന കീ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അപ്പോഴും ഇങ്ങനെ ഒരു ബോക്സ് ക്രിയേറ്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഈ ബോക്സിൽ അഡ്രസ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ അഡ്രസ്സിൽ കേഴ്സർ കൊണ്ടുവച്ചിട്ട് നമുക്ക് ഒരു അഡ്രസ്സ് ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഈ ഇന്ത്യ ബേസ് ചെയ്തിട്ട് വേണം നമുക്ക് ഇന്ത്യയുടെ ഒരു അഡ്രസ്സ് വേണം നമുക്ക് കൊടുക്കാൻ. അതായത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ക്രോം ഓപ്പൺ ചെയ്യാം. ഓക്കെ, ക്രോം ഓപ്പൺ ചെയ്തിട്ട് നമുക്കിവിടെ ഇന്ത്യ എന്ന് സെർച്ച് ചെയ്യാം. ഇവിടെ ഇന്ത്യ എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഇന്ത്യയിലെ വിക്കിപീഡിയ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു അഡ്രസ്സ് വരും. ഓക്കെ, വിക്കിപീഡിയ നമ്മൾ ഓപ്പൺ ചെയ്തു. ഇവിടെ ഒരു അഡ്രസ്സ് കാണാനായിട്ട് സാധിക്കും. ഈ അഡ്രസ്സ് നമ്മൾ സെലക്ട് ചെയ്ത് കൺട്രോൾ C പ്രസ് ചെയ്ത് കോപ്പി ചെയ്തെടുത്തു. കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നേരെ വേർഡിലോട്ട് പോവാം. വേർഡിലോട്ട് പോയിട്ട് എന്ത് ചെയ്യണം, കൺട്രോൾ K നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. ഈ അഡ്രസ്സിൽ കൊണ്ടുവന്ന കേഴ്സർ വെച്ചിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ ഷോർട്ട് കട്ട് കീ എന്ന് പറഞ്ഞാൽ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് V പ്രസ് ചെയ്യുമ്പോൾ എന്തായി, നമുക്കിവിടെ അഡ്രസ്സ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ അഡ്രസ്സ് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം പേസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ഓക്കെ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്താവും, നമുക്ക് ഇവിടെ ആ ഒരു ലിങ്ക് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ലിങ്ക് ഇവിടെ ഇന്ത്യ എന്നുള്ളതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇന്ത്യ എന്നുള്ള വേർഡ് ബ്ലാക്കിൽ നിന്ന് ബ്ലൂ കളറിലേക്ക് ചേഞ്ച് ആയത്. അപ്പോൾ നമുക്ക് ഈ ലിങ്ക് ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന കഴ്സർ, ഈ ഇന്ത്യ എന്ന് പറയുന്നതിൽ കഴ്സർ കൊണ്ട് വെച്ച് കൺട്രോളിൽ പ്രസ് ചെയ്തുകൊണ്ട് മൗസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏത് അഡ്രസ്സാണോ കൊടുത്തിരുന്നത് അതിലോട്ട് ഡയറക്റ്റായിട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് എന്താണ് ലിങ്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് ലിങ്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് വരുന്നത് ബുക്ക് മാർക്ക് എന്ന് പറയുന്ന കമാൻഡാണ്. എന്താണ് ബുക്ക് മാർക്ക് എന്ന് പറയുന്ന കമാൻഡ് നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പാരഗ്രാഫ് നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പാരഗ്രാഫിൽ ഒരു വേർഡ്, ഇപ്പോൾ ഈ കോമ്പിനേഷൻ എന്ന് പറയുന്ന ഒരു വേർഡ് നമുക്ക്
പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമുക്ക് ഈ വേർഡ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ബുക്ക് മാർക്കിൽ സേവ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. നമുക്ക് ബുക്ക് മാർക്കിൽ അത് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലിസ്റ്റ്, നമ്മൾ സേവ് ചെയ്ത് വെച്ച ലിസ്റ്റിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് ഈ പാരഗ്രാഫ് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഇൻസേർട്ടിൽ തന്നെ ഈ ബുക്ക് മാർക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് നമ്മളൊരു വേർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വേർഡിന് നമ്മളൊരു പേര് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ABC എന്നൊരു പേര് കൊടുത്തു. എന്നിട്ട് ആഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബുക്ക് മാർക്കിൽ ഈ കോമ്പിനേഷൻ എന്നുള്ള വേർഡ് ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ഈ സെവറൽ എന്ന് പറയുന്ന ഈ ഒരു വേർഡും ഞാൻ അതുപോലെ ആഡ് ചെയ്യുകയാണ്. സെലക്ട് ചെയ്തു, ബുക്ക് മാർക്കിലോട്ട് ചെന്നു. ബുക്ക് മാർക്കിൽ നമ്മളൊരു നെയിം കൊടുക്കണം. അപ്പോൾ ഈ ABC മാറ്റിയിട്ട് ഞാൻ വേറൊരു നെയിം കൊടുത്ത് ആഡ് ചെയ്തു. ആ ഒരു വേർഡും ഏതിൽ ആഡായി? ബുക്ക് മാർക്കിൽ ആഡായിട്ടുണ്ട്. അപ്പോൾ ഈ ബുക്ക് മാർക്ക് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഈ ബുക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 2 ലിസ്റ്റ് കാണാം. നമ്മൾ ABC എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത ആ കോമ്പിനേഷൻ എന്നുള്ള വേർഡും സെവറൽ എന്ന് പറഞ്ഞ വേർഡും, ഈ 2 വേർഡും ഇവിടെ ലിസ്റ്റായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഇതിൽ ഏത് ലിസ്റ്റാണോ നമുക്ക് വേണ്ടത് ആ ലിസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഗോ ടു എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കാണാനായിട്ട് സാധിക്കും? കോമ്പിനേഷൻ എന്നുള്ള ഈ ഒരു വേർഡ് സെലക്ട് ചെയ്ത് ഷെയ്ഡ് ചെയ്ത് കാണിച്ചിരിക്കുന്നതായിട്ട് സാധിക്കും. ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ബുക്ക് മാർക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏത് വേർഡാണോ നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഏതാണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത്, അത് ക്ലിക്ക് ചെയ്ത് ഗോ ടു കൊടുത്ത് ക്ലോസ് ചെയ്യുമ്പോൾ ആ വേർഡ് നമുക്ക് സെലക്ട് ചെയ്ത് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇതാണ് ബുക്ക് മാർക്ക് കമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായി നമുക്ക് എന്താണ് ക്രോസ് റെഫറൻസ് എന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ക്രോസ് റെഫറൻസ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ഹെഡിങ്ങും പാരഗ്രാഫ് ഇവിടെ ഓരോ പേജിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇത് ഹെഡിങ്സ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ അങ്ങനെ കൺസിഡർ ചെയ്യാനായിട്ട് ആദ്യം സൂപ്പർ കമ്പ്യൂട്ടർ നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് താഴോട്ട് പോയിട്ട് കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് അടുത്ത വേർഡ് സെലക്ട് ചെയ്യാം. അടുത്ത ഹെഡിങ് നമുക്ക് സെലക്ട് ചെയ്യാം. വീണ്ടും കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് അടുത്ത ഹെഡിങ് സെലക്ട് ചെയ്യാം. അങ്ങനെ കൺട്രോൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ ഹെഡിങ്ങും സെലക്ട് ചെയ്യാനായിട്ട് പറ്റി. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഹോം ടാബിൽ പോയിട്ട് ഇവിടെ നമ്മൾ സ്റ്റൈൽസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റൈലിൽ ഹെഡിങ് സ്റ്റൈൽ നമ്മൾ സെലക്ട് ചെയ്യണം. അതായത് നമ്മളിത് ഹെഡിങ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെഡിങ് സ്റ്റൈൽ സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഹെഡിങ് 1 സെലക്ട് ചെയ്തു. ഈ ഹെഡിങ് 1 സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇതെല്ലാം ഹെഡിങ്സ് ആയിട്ട് കൺസിഡർ ആയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഈ ക്രോസ് റെഫറൻസ് ചെയ്യാനാണ് നമുക്ക് വേണ്ടത്. ഇൻസേർട്ടിൽ ചെന്ന് ക്രോസ് റെഫറൻസ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ 4 ഹെഡിങ്സും കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ നമുക്കിവിടെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ ടേബിൾ ഓപ്ഷനിൽ വന്നിട്ട് ഒരു 3 ഇത് വരുന്ന ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ടേബിളിൽ ഫസ്റ്റ് കോളത്തിൽ ഞാൻ എഴുതുകയാണ്, സീരിയൽ നമ്പറിന് എഴുതുന്നു. സെക്കൻഡ് കോളത്തിൽ ലെസൺസ് എന്ന് എഴുതാം. ആൻഡ് തേർഡ് കോളത്തിൽ നമുക്ക് പേജ് നമ്പർ കൊടുക്കാം. ഓക്കെ, പേജ് നമ്പർ. അപ്പം സീരിയൽ നമ്പർ എന്താ 1 എന്ന് കൊടുത്തു. ഇനി നമുക്ക് ലെസൺ ഇവിടെ ആഡ് ചെയ്യണം. ലെസൺ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമുക്ക് ക്രോസ് റെഫറൻസിൽ പോയിട്ട് ഫസ്റ്റ് ലെസൺ, നമുക്കിതിൽ ഇഷ്ടമുള്ള ഏത് ലെസൺ ആണോ നമുക്ക് ഫസ്റ്റ് ലെസണായിട്ട് കൊടുക്കേണ്ടത് അത് നമുക്ക് കൊടുക്കാം. ഞാനിവിടെ സൂപ്പർ കമ്പ്യൂട്ടർ കൊടുക്കുന്നു. അപ്പോൾ ഹെഡിങ് ആണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഹെഡിങ് ഇവിടെ കിടക്കുന്നത് ഹെഡിങ് ടെക്സ്റ്റ്. എന്നിട്ട് നമ്മൾ എന്താ ഈ ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സൂപ്പർ കമ്പ്യൂട്ടറാണ് ലെസൺ ആയിട്ട് വന്നത്. അടുത്ത പേജ് നമ്പർ ക്ലിക്ക് ചെയ്തിട്ട് പേജ് നമ്പറിലെ കോളത്തിൽ ക്ലിക്ക് ചെയ്ത് ക്രോസ് റെഫറൻസ് എന്ന് പറയുന്ന ഈ കമാൻഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് വീണ്ടും നമുക്ക് തെളിഞ്ഞ് വരും. ആ ബോക്സിൽ നമുക്ക് സൂപ്പർ കമ്പ്യൂട്ടർ തന്നെയാണ് സെലക്ട് ആയി കിടക്കുന്നത്. റെഫറൻസ് ടൈപ്പ് ഹെഡിങ് ആണ്. നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് ഇവിടെ ഇൻസേർട്ട് റെഫറൻസ് ടു എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ചേഞ്ച് ചെയ്ത് ഹെഡിങ് ടെക്സ്റ്റ് മാറ്റിയിട്ട് അവിടെ നമ്മൾ പേജ് നമ്പർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് കൊടുക്കുമ്പോൾ നമുക്കിവിടെ
പേജ് നമ്പർ കാണാനായിട്ട് സാധിക്കും. ഞാൻ 2 പ്രാവശ്യം ഇൻസേർട്ട് കൊടുത്തപ്പോഴാണ് ഒരു 2 0 വന്നത്. ഇപ്പോൾ നമുക്ക് സൂപ്പർ കമ്പ്യൂട്ടർ ഏത് പേജ് നമ്പറാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് സീരിയൽ നമ്പർ 2 കൊടുത്തു. അത് കഴിഞ്ഞ് ലെസൺസിലേക്ക് ചെന്നു. ക്രോസ് റെഫറൻസ് സെക്കൻഡ് ലെസൺ നമുക്ക് മൈക്രോ കമ്പ്യൂട്ടർ എന്ന് കൊടുക്കാം. മൈക്രോ കമ്പ്യൂട്ടർ പിന്നെ പേജ് നമ്പർ മാറ്റിയിട്ട് ഹെഡിങ് ടെക്സ്റ്റ് ആക്കാം. നമുക്ക് ഹെഡിങ് ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് ഇൻസേർട്ട് കൊടുക്കുമ്പോൾ എന്നിട്ട് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ മൈക്രോ കമ്പ്യൂട്ടർ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അടുത്തതായിട്ട് പേജ് നമ്പറിലേക്ക് പോയി ക്രോസ് റെഫറൻസ് കൊടുത്തു. അപ്പോൾ അടുത്ത മൈക്രോ കമ്പ്യൂട്ടർ സെലക്ട് ചെയ്തതിന് ശേഷം ഹെഡിങ് ടെക്സ്റ്റ് ചേഞ്ച് ചെയ്ത് പേജ് നമ്പറിലോട്ട് ചേഞ്ച് ചെയ്തിട്ട് ഇൻസേർട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഏത് പേജിലാണോ ആ മൈക്രോ കമ്പ്യൂട്ടർ കിടക്കുന്നത് ആ പേജ് നമ്പർ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ക്രോസ് റെഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്രോസ് റെഫറൻസിൽ തന്നെ ഏതാണോ വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്ത് ഇൻസേർട്ട് ചെയ്ത് പേജ് നമ്പർ ആണെങ്കിൽ പേജ് നമ്പർ, ഹെഡിങ് നമ്പർ ആണെങ്കിൽ ഹെഡിങ് നമ്പർ, നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് നമുക്കിവിടെ ടേബിളിലായിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ക്രോസ് റെഫറൻസ് എന്ന് പറയുന്നത്. അടുത്തതായി നമുക്ക് നോക്കാം എന്താണ് കമൻറ്റ് എന്നുള്ളത്. കമൻറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു കമാൻഡ് ഗ്രൂപ്പിനകത്തെ കമൻറ്റ് എന്ന് പറയുന്ന ഈ കമാൻഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഒരു സെൻറ്റൻസ് സെലക്ട് ചെയ്യുകയാണ്. ഈ ഒരു സെൻറ്റൻസ് സെലക്ട് ചെയ്തിട്ട് കമൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ, ഈ ഒരു കമാൻഡ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനൊരു ബോക്സ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനൊരു ബോക്സ് വന്നു. ഈ ഒരു ബോക്സിൽ ഞാൻ കമൻറ്റ് ആഡ് ചെയ്യാണ്. ഓക്കെ, ഞാനൊരു കമൻറ്റ് ആഡ് ചെയ്യാണ്. എന്നിട്ടിത് പോസ്റ്റ് ചെയ്തു. ഈ ഒരു കമൻറ്റ് ഞാൻ പോസ്റ്റ് ചെയ്തു. ഈ കമൻറ്റിനി എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു എഡിറ്റ് കമൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്നത് ഒരു 3 ഡോട്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പം ആ 3 ഡോട്ട് മോർ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ത്രെഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഡിലീറ്റ് ത്രെഡ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു കമൻറ്റ് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് കമൻറ്റ് എന്ന് പറയുന്ന കമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും പഠിപ്പിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ടീച്ചേഴ്സുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ 9388850850. താങ്ക് യു.